Hello all, welcome to my channel. In this video we are going to discuss about number systems. The contents are introduction, decimal number system, binary number system, octal number system, hexadecimal number system, decimal to binary conversion, binary to decimal conversion, 1's complement and 2's complement. Number system is a way to represent or express numbers. നമ്മൾ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ സിസ്റ്റം സാധാരണയായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇവയൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള നമ്പർ സിസ്റ്റം. പക്ഷേ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ നമ്പർ സിസ്റ്റം അല്ല നമ്മൾ സാധാരണയായി കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം കമ്പ്യൂട്ടറിന് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജ് അല്ല ഉള്ളതെന്ന് അല്ലേ. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ നമ്പർ സിസ്റ്റംസ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റംസ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സാധാരണയായി യൂസ് ചെയ്യുന്നത്. ഓക്കെ, then coming to decimal number system. ഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്ക് പരിചയമുള്ളതാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ സാധാരണയായി 10 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അതായത് 0, 1, 2 എക്സെട്ര അപ് ടു 9. ഇങ്ങനെ 10 ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. Okay, the base of decimal number system is 10 because it has only 10 digits. Okay, then coming to the binary number system. Binary number systemത്തിൽ സാധാരണയായി നമ്മൾ 2 ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. That is 0 and 1. Okay, a binary number system has only 2 digits that are 0 and 1. Every number or value represents with 0 and 1 in this number system. നമ്മൾ ഏത് നമ്പേഴ്സിനെയും ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം 0ഉം 1ഉം മാത്രം ഉപയോഗിച്ചായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ബേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഇസ് 2 ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി 2 ഡിജിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് 10 ഡിജിറ്റ്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ദ ബേസ് ഇസ് 2 ബിക്കോസ് വി ആർ യൂസിങ് ഓൺലി 2 ഡിജിറ്റ്സ്. Then coming to octal number system. Octal number system has only 8 digits. That is 0 to 7. 0, 1, 2, 3 etc. up to 7. ഈ 8 ഡിജിറ്റുകൾ യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ് octal number system എന്ന് പറയുന്നത്. Okay, every number or value represents with 0, 1 etc. up to 7 in the number system. അപ്പോൾ നമുക്കറിയാം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 0, 1, 2, 7 വരെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ 8 എന്ന് പറയുന്ന ഡിജിറ്റ് നമ്മൾ എങ്ങനെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം? ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 1, 0. ഓക്കെ, അതായത് 10 യൂസ് ചെയ്തിട്ടായിരിക്കും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 എന്ന് പറയുന്ന നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം ഇസ് 8 ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി 8 ഡിജിറ്റ്സ്. അതുകൊണ്ട് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. നെക്സ്റ്റ് കംസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. എ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഹാസ് 16. ഹെക്സ എന്ന് പറയുന്നത് 16 എന്നാണ്. 16 ആൽഫ ന്യൂമറിക് വാല്യൂസ്. ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത് അതിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത്. That is, we can have numbers from 0 to 9 and letters from A to F. Okay, അങ്ങനെ 16 നമ്പേഴ്സ് ആണ്, ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ആയിരിക്കും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. എവറി നമ്പർ ഓർ വാല്യൂ റെപ്രസെൻറ്റ്സ് വിത്ത് 0 to 9 and A, B, C, D, E, F in this number system. The base of hexadecimal number system is 16 because it has 16 alpha numeric values. Okay, ഇനി നമുക്ക് ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 7 എന്ന നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ 10 ആയിരിക്കും. ഓക്കെ, 7 എന്ന നമ്പർ കഴിഞ്ഞാൽ
10 ആയിരിക്കും അടുത്ത നമ്പർ, ബിക്കോസ് 8 ഈസ് നോട്ട് ദെയർ ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 9 വരെ എഴുതി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എഴുതുന്നത് എ എന്നായിരിക്കും. ഓക്കെ, 10ന് പകരം എ എന്നായിരിക്കും എഴുതുന്നത്. സോ എ ഈസ് 10. ഇവിടെ 10 എന്ന് പറയുന്നത് എ ആണ്. ദെൻ ബി ഈസ് 11, സി ഈസ് 12, ഡി ഈസ് 13, ഇ ഈസ് 14 ആൻഡ് എഫ് ഈസ് 15. ഓക്കെ, എഫ് 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച നമ്പർ സിസ്റ്റംസ്, ബൈനറി, അതിൻ്റെ ബേസ് 2, ദെൻ യൂസ് ഡിജിറ്റ്സ് 0, 1. ഇനി ഒരു എക്സാമ്പിൾ, ഇതിൽ നമുക്ക് 1ഉം 0സും മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ബേസ് ഇവിടെ 2 എന്ന് എഴുതി കഴിഞ്ഞു. ദെൻ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് വിൽ ബി 8, ദെൻ ഡിജിറ്റ്സ് യൂസ്ഡ് ആർ 0 to 7, then 360 of 8. Okay, then decimal number system 10, then 0 to 9, then 240 to the base 10. Then hexadecimal 16 base, then we can have 16 digits here. Okay, then F0, that is alphanumeric. Then we can discuss about decimal to binary conversion. To convert from decimal to binary, we keep dividing by 2 and go on recording the remainders. ഇനി നമുക്ക് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആ ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് 25 എന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായി 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് 12 അല്ലേ, 12 into 2 is equal to 24 ആണ് വരുന്നത്. സോ വി വിൽ ഗെറ്റ് എ റിമൈൻഡർ 1. ഓക്കെ, ആ 1 എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതി വെക്കും. അതിനുശേഷം ഈ 12നെ അഗെയിൻ ഡിവൈഡ് ബൈ 2, സോ വി വിൽ ഗെറ്റ് 6. അതായത് 12ൽ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 12നെ 2 കൊണ്ട് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഗെറ്റ് ദ റിമൈൻഡർ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഗെയിൻ ഈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെയും എന്താണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. പിന്നെ ഈ 3നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സോ വി വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 1. ദെൻ അഗെയിൻ ഈ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് റിമൈൻഡേഴ്സ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഈ താഴെ നിന്ന് ബോട്ടം ടു ടോപ്പ് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 1 1 0 0 1. ഓക്കെ, 1 ബോട്ടം ടു ടോപ്പ് ആ രീതിയിലാണ് നമ്മളിവിടെ ബൈനറി നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് 1 1 0 0 1. ഇതായിരിക്കും 25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ. ഓക്കെ, അതായത് ടു കൺവേർട്ട് ഫ്രം ഡെസിമൽ ടു ബൈനറി വി കീപ് ഡിവൈഡിങ് ബൈ 2 ആൻഡ് ഗോ ഓൺ റെക്കോർഡിംഗ് ദി റിമൈൻഡേഴ്സ്. അങ്ങനെ റിമൈൻഡേഴ്സ് നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് അതിനുശേഷം അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദി റിമൈൻഡേഴ്സ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 266. ഈ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി വാണ്ട് ടു ഡിവൈഡ് ഇറ്റ് ബൈ 2. സോ വി വിൽ ഗെറ്റ് 133. അറ്റ് ദാറ്റ് ടൈം ദർ വിൽ നോട്ട് ബി എനി റിമൈൻഡർ, സോ ഇറ്റ് ഈസ് 0. ഓക്കെ, 133 ആവുമ്പോൾ 0 ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ. പിന്നെ ഈ 133നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. അതായത് 66ൽ 66 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 1 ആയിരിക്കും. അഗെയിൻ ഈ 66നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. അഗെയിൻ 33നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. ദെൻ 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. ദെൻ 8 ഡിവൈഡ് ബൈ 2 remainder 0, 4,
then 0, then 4 again divided by 2, we will get remainder 0, then 2 divided by 2 is 1, then we will get remainder 0. അതിനുശേഷം നമ്മൾ ഈ ബോട്ടം 1 തൊട്ട് 1 നമ്മൾ റിമൈൻഡർ ആണ് 1 തൊട്ട് ഇവിടുന്ന് we will write up to top. So what will be the binary representation of 266? 1 0 0 0 0 1 0 1 0. Okay, ഇതായിരിക്കും. This is the answer. Binary conversion 1 0 0 0, 4 zeros, then 1 0 1 0. ഇതായിരിക്കും 266ന് corresponding ആയിട്ടുള്ള binary number. Then binary to decimal conversion. Take the binary equivalent of the number. Binary equivalent എടുക്കുക. അതിനുശേഷം multiply each binary digit with a power of 2, where the power of 2 is derived from the place value of the binary digit. For example, നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഈ 10110 എന്ന് പറയുന്ന ഈ ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. So here we want to convert this binary number, that is 10110 to a decimal number. അതിനു വേണ്ടി നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ ഒരു ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ഈച്ച് ബൈനറി ഡിജിറ്റ് with a power of 2. 2ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Where the power of 2 is derived from the place value of the binary digit. ബൈനറി ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂവിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടായിരിക്കും ഈ നമുക്ക് 2ന് പവർ എഴുതുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം നമ്മൾ എഴുതിയ 1 1 0 1 1 0. ഇതാണ് നമ്മുടെ ബൈനറി നമ്പർ. ആ ഒരു ബൈനറി നമ്പറിൻ്റെ ഓരോ ഡിജിറ്റിനെയും 2ൻ്റെ പവർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ 0ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 0ൻ്റെ പ്ലേസ് വാല്യൂ 0 ആണ്. ഓക്കെ, ഈ 0ൻ്റെ പ്ലേസ് വാല്യൂ 0. ഓക്കെ, അതുകൊണ്ട് 0 × 2 raised to 0. Then 1ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 raised to 1. Then ഈ 1ൻ്റെ പ്ലേസ് വാല്യൂ 2. So 2 raised to 2. Then again 0 × 2 raised to 3. Then 1 × 2 raised to 4. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പ്ലേസ് വാല്യൂ എഴുതുക. ഇനി ഇവിടെ ഒരു 1 0 ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്ലേസ് വാല്യൂ? 2 raised to 5. അതായിരിക്കും അതിൻ്റെ പ്ലേസ് വാല്യൂ. ഇവിടെ നമുക്ക് 4 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്ലേസ് വാല്യൂ നമ്മൾ എഴുതുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് 0 1 2 3 4 ഈ രീതിയിലാണ് നമ്മൾ പ്ലേസ് വാല്യൂ എഴുതുന്നത്. അപ്പോൾ 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 0 × 1 which is equal to 0. ഓക്കെ, then 1 × 2 raised to 1. 2 raised to 1 എന്ന് പറയുന്നത് 2. സോ 1 × 2 2. Then 1 × 2 raised to 2. 2 raised to 2 4 ആണ്. സോ 1 × 4 which is equal to 4. Then 0 × 2 raised to 3. 2 raised to 3 എന്ന് പറയുന്നത് 8. 2 × 2 × 2. So 8. So 0 × 8 is equal to 0. Okay. Then 2 raised to 4. 2 raised to 4 is equal to 16. 1 × 16 is equal to 16. Then add all these numbers, we will get 22. So decimal equivalent of 10110 is 22. Okay. Then ones complement of a binary number. ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കാണാം? There is a simple algorithm to convert a binary number into ones complement. Ones complement കാണാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള algorithm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. To get the ones complement of a binary number, simply invert the given number. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റിനെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ ഇൻവേർട്ട് ചെയ്യുക എന്ന് പറയും. അതായത് 0 ആണെങ്കിൽ അതിനെ 1 ആക്കി മാറ്റുക, 1 ആണെങ്കിൽ 0 ആക്കി മാറ്റുക. ഇതാണ് നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റ്. ഈ രീതിയിലാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിളും നിങ്ങൾക്ക് കാണാൻ കഴിയും. 0ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 0. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് അവർ നമ്പർ, ദാറ്റ് ഈസ് 1010. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 1010 എന്തായിരിക്കും? 0101. ഓക്കെ, അതായത് 1നെ 0 ആക്കി മാറ്റുക, 0നെ 1 ആക്കി മാറ്റുക. അതായിരിക്കും
വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി ഇവിടെ നമ്മുടെ കയ്യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 111. ഓക്കെ, ഇവിടെ 111 ആണെങ്കിൽ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എല്ലാ ഡിജിറ്റ്സും 0 ആയി മാറും. ഓക്കെ, ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ. Then 2's complement of a binary number. എങ്ങനെ നമുക്ക് 2's complement കാണാം? To get the 2's complement of a binary number, simply invert the given number and add 1 to the least significant bit, that is LSB of a given result. അപ്പോൾ ഈ 2's complement കാണാൻ വേണ്ടിയിട്ട് first of all we want to find out the 1's complement, that is simply invert the given number. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വൺസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. ആ വൺസ് കോംപ്ലിമെൻറ്റിനോട് കൂടെ ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, that is the way to find out the 2's complement of a binary number. So we can consider this example. This is our original value, that is 10101010. ഇതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ. അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോരോ ഡിജിറ്റ്സും ഇൻവേർട്ട് ചെയ്യുക. 1 ആണെങ്കിൽ ഇവിടെ 0, then 1 0, 0 ആകുമ്പോൾ 1, then 1 1 1, then here it is 1, so one's complement will be 0, then 1. ഇതാണ് ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ഉണ്ടോ? LSB, ഇതാണ് LSB പൊസിഷനിൽ 1 ആഡ് ചെയ്യുക. ഓക്കെ, LSB പൊസിഷനിൽ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 1 10 ആണ്. അപ്പോൾ 0, നമുക്കിവിടെ ബാലൻസ് 1 ഉണ്ടാവും. ഓക്കെ, then 1 0 1, then ഈ 1 ഒക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതിയെടുക്കുക. ഇതായിരിക്കും എന്ത്? ഇതിൻ്റെ 2's കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളും നമുക്ക് കാണാം. ആദ്യം ഇതായിരിക്കും ഒറിജിനൽ നമ്പർ, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. അതിനുശേഷം അതിനോട് 1 ആഡ് ചെയ്താൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് നമ്പർ സിസ്റ്റംസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റംസ്. ദെൻ കൺവേർഷൻ, binary to decimal and decimal to binary conversion, then 1's complement and 2's complement. Hope all you understood whatever we have discussed in this video. Thank you for watching the video. Thank you once again.